സുവിശേഷ ഭാഷ്യം അൽമായ വീക്ഷണത്തിൽ 2025 മെയ് 11 ഉയിർപ്പ് 4-ാം ഞായർ. ലോക ദൈവവിളി പ്രാർത്ഥനാ ദിനം. ഏശയ്യായുടെ പുസ്തകം 49-ാം അധ്യായം 13 മുതൽ 23 വരെ വാക്യങ്ങൾ. ഒരിക്കലും നമ്മെ മറക്കാത്ത ദൈവം. ശ്ലീഹ അധ്യായം 8 വാക്യങ്ങൾ 14 മുതൽ 25 വരെ. ദൈവദാനം പണം കൊണ്ട് വാങ്ങുവാൻ സാധ്യമല്ല. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 7 വരെ വാക്യങ്ങൾ. രക്ഷ ദൈവിക ദാനമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 16 മുതൽ 24 വരെ വാക്യങ്ങൾ. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ആനന്ദത്തിൻ്റെ വെള്ളിലകൾ. 70 കൊല്ലം മുമ്പാണത്. ഒരു കൗമാരക്കാരൻ പള്ളി സംഘടനയിലെ കൂട്ടുകാർക്കൊപ്പം പിക്നിക്കിന് പോകാൻ തയ്യാറായി വരികയാണ്. ചില കൂട്ടുകാർ കൂടി വരാനുണ്ട്. നേരത്തെ എത്തിയ ആ 17-കാരൻ പെട്ടെന്നൊരു തോന്നലിൽ തൊട്ടടുത്തുള്ള ഇടവക ദേവാലയത്തിലേക്ക് ആരോടും പറയാതെ കയറിപ്പോവുകയാണ്. അവിടെ വച്ച് അവൻ അതുവരെ കാണാത്തൊരു വൈദികനെ കണ്ടുമുട്ടുന്നു. വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവാത്ത ഒരു ദൈവികാനുഭവം തന്നിലേക്ക് വരുന്നതായി അവന് തോന്നി. അവൻ ആ വൈദികൻ്റെ അടുത്ത് ആത്മാർത്ഥമായി കുമ്പസാരിച്ചു. ആ നിമിഷങ്ങളിലൂടെ കടന്നുപോകവേ വലിയൊരു മാറ്റമാണ് അവനിൽ സംഭവിച്ചത്. തന്നെ ആരോ കാത്തിരിക്കുന്നു എന്ന തോന്നൽ അവനുണ്ടായി. പള്ളിക്കൂട്ടത്തിലെ കൂട്ടുകാരോടൊപ്പം ആർത്തുല്ലസിക്കണമെന്നുറപ്പിച്ച് രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയ ജോർജ് എന്ന ആ ടീനേജർ ഒരു വൈദികനാവണമെന്ന ഉത്കടമായ അഭിലാഷത്തോടെയാണ് പിക്നിക്കിന് പോകാതെ തിരികെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. പിന്നീടുണ്ടായത് ചരിത്രം. തൻ്റെ ദൈവവിളി തിരിച്ചറിഞ്ഞ ജോർജ് ബെർഗോളിയോ കരുണയുള്ള വൈദികനായി. പിന്നീട് വത്തിക്കാനിലെ വലിയ ഇടയനും. സുവിശേഷം ആനന്ദമാണെന്ന് പറഞ്ഞു വെക്കുന്നതും അതേ ഫ്രാൻസിസ് പാപ്പയാണ്. ആനന്ദം പങ്കുവെക്കലിൻ്റേതാണ്. സ്നേഹത്തിൻ്റെ സുവിശേഷങ്ങൾ എത്ര വർണ്ണിച്ചാലും അവസാനിക്കുന്നതല്ലല്ലോ. അതിൻ്റെ അത്ഭുതങ്ങൾ അനശ്വരമാണ്. അതിരുകളില്ലാത്ത പൂന്തോട്ടം പോലെ പരിമളം പടർത്തി സദാശോഭനമായി, കള്ളന് കവർന്നെടുക്കാനോ നശിപ്പിക്കാനോ കഴിയാതെ. ദൈവവിളി എന്ന വെല്ലുവിളി. ദൈവവിളി എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? ദൈവവിളിയുടെ മധ്യസ്ഥനായ യൗസേപിതാവിൻ്റെ ജീവിതമാണ് മറുപടി. എനിക്കൊരു സ്വപ്നമുണ്ട് നിന്നെക്കുറിച്ച്, ദൈവം പറയുന്നു. ആ ദൈവവിളി കേൾക്കണമെങ്കിൽ ഉള്ളം നിശബ്ദമാകണം, കാതോർക്കണം. എങ്കിലേ ദൈവം നമ്മെക്കുറിച്ച് കാണുന്ന ആ സ്വപ്നം ദർശിക്കാനാവുകയുള്ളൂ. കൊട്ടാര ബഹളങ്ങളിൽ നിന്ന് ബോധിവൃക്ഷത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് ഇറങ്ങി വന്ന ശ്രീബുദ്ധനും മരുത്വാമലയുടെ ഏകാന്ത ശാന്തി നൽകുന്ന സ്വച്ഛന്തതയിൽ തെളിച്ചം തേടിയ ശ്രീനാരായണ ഗുരുദേവനും സ്വപ്നത്തിൽ കിട്ടിയ നിർദ്ദേശമനുസരിച്ച് മറിയം എന്ന ഗർഭിണിയായ പെൺകുട്ടിയെയും പിന്നീട് അവളുടെ മകനെയും ഒരു നിഴൽ പോലെ കൂടെ നിന്ന് സംരക്ഷിച്ച നീതിമാനായ യൗസേപ്പും ദൈവവിളി എന്ന ഉൾവിളിയുടെ വ്യത്യസ്ത തലങ്ങളെ വെളിവാക്കുന്നുണ്ട്. സ്രഷ്ടാവും സൃഷ്ടിയും. മണ്ണും പൊടിയും പറ്റിക്കിടക്കുന്ന കരിങ്കല്ലിലോ വെണ്ണക്കല്ലിലോ ശില്പി കാണുന്നത് മനോഹര ശില്പമാണ്. അതുകൊണ്ടാണല്ലോ നസ്രത്തിലെ കൗമാരക്കാരി പെൺകുട്ടിയിൽ ദൈവമാതാവിനെ കണ്ടത്. മീൻപിടുത്തക്കാരൻ ഷിമിയോനിൽ സഭയുടെ അടിത്തറ കെട്ടേണ്ട പത്രോസിനെ, ടാക്സ് കളക്ഷൻ ഏജന്റ് ലേവിയിൽ സുവിശേഷകൻ മത്തായിയെ, ടോക്സിക് സാവൂളിൽ അപ്പസ്തോലൻ പൗലോസിനെ. ഉദാഹരണങ്ങൾ ഒരുപാടാണ്. അപ്പോൾ ഒരു ചോദ്യം: ഇപ്പോഴുള്ള എന്നിൽ ദൈവമേ, അവിടുന്ന് ആരെയാണ് കാണുന്നത്? ഞാൻ ആരായിത്തീരണമെന്നാണ്? കൈക്കൊമ്പിളിലെ ഇത്തിരിപ്പോന്ന വിത്തിൽ വൻവൃക്ഷത്തെ കാണുന്നവന് വ്രണതനായ പാപിയിൽ ഒരു വിശുദ്ധനെയും കാണാനാകും. അസീസിയിലെ നിസ്വൻ എല്ലാം ഉപേക്ഷിച്ചവൻ്റെ തൻ്റെയിടത്തോടെ മാതൃകയായി മുൻപിലുണ്ട്. നമ്മിൽ മറഞ്ഞിരിക്കുന്ന യേശുവിനെ പുറത്തു കൊണ്ടുവരുവാൻ വെട്ടിയും ചുരണ്ടിയും ആവശ്യമില്ലാത്തതിനെ എടുത്തു കളയേണ്ടതുണ്ടെന്ന് മാത്രം. ഒരു യഥാർത്ഥ വിശ്വാസി തന്നെ സംബന്ധിച്ചും തൻ്റെ ദൈവത്തിലും സംതൃപ്തനായിരിക്കണമല്ലോ. എന്നാൽ സാക്ഷാൽ പറുദീസയിലെ ആനന്ദം നിത്യദുഃഖമായി മാറുന്നത് അത്യാഗ്രഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് സാത്താൻ എന്ന സ്വേച്ഛാധിപതിയുടെ നുഴഞ്ഞുകയറ്റത്തോടെയാണ്. ഈ ശത്രുവിൽ നിന്നൊരു മോചനം സാധ്യമോ? ശക്തനിൽ നിന്ന് ഇരയെയോ സ്വേച്ഛാധിപതിയിൽ നിന്ന് അടിമയെയോ വിടുവിക്കാൻ കഴിയുമോ? ഒരു ഉത്തരം കേൾക്കുന്നുണ്ട്. കഴിയും. കർത്താവ് അരുളി ചെയ്യുന്നു, ശക്തനിൽ നിന്ന് അടിമകളെ വിടുവിക്കുകയും സ്വേച്ഛാധിപതിയിൽ നിന്ന് ഇരയെ രക്ഷിക്കുകയും ചെയ്യുമെന്ന്
ഏശയ്യായുടെ പുസ്തകം 49 അധ്യായം 25 വാക്യത്തിൽ പറയുന്നു, പറുദീസ പോലെ സുന്ദരമായിരുന്ന നമ്മുടെ കുടുംബങ്ങളും തൊഴിലിടങ്ങളും ചില സാത്താന്മാരുടെ നുഴഞ്ഞുകയറ്റത്തോടെയാണ് നിത്യനരകമായി മാറുന്നത്. സംശയം, അസൂയ, വെറുപ്പ്, അപകർഷത, പാപരാക്ഷസന്മാരുടെ പേരുകൾ അനവധിയാണ്. ഈ നാരകീയ ശത്രുക്കൾക്ക് നമ്മെ ആക്രമിക്കാനുള്ള പന്തിപ്പഴുത് കൊടുക്കാതിരിക്കുക എന്നതാണ് ഡിഫെൻസീവ് സ്റ്റാൻഡ്. കാരണം ഒരിക്കൽ പെട്ടുപോയാൽ ഒന്ന് തലയൂരാൻ വലിയ വില കൊടുക്കേണ്ടി വരും. ശത്രുവിനെ തിരിച്ചറിയാൻ പറ്റിയില്ല എന്നുള്ളതായിരുന്നു പറുദീസയിലെ പിഴവ്. കാൽവരിയിലെ കുരിശുമരണത്തോളം വിലയാണ് അതിന് കൊടുക്കേണ്ടി വന്നത്. എന്നിട്ടും രക്ഷിക്കപ്പെട്ടല്ലോ എന്നാണോ? പൗലോസ് അപ്പോസ്തലൻ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ ആവർത്തിക്കുന്നുണ്ട്, രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടതെന്ന്. യേശുക്രിസ്തുവിൽ അർപ്പിക്കുന്ന വിശ്വാസം ഒന്ന് മാത്രമാണ് രക്ഷയുടെ ഉപാധി. ഇനി അഹംഭാവം നിറഞ്ഞ അന്ധകരണത്തോട് ഇങ്ങനെ പറയാം, രക്ഷ കിട്ടി എന്നതിൽ ആരും അഹങ്കരിക്കേണ്ടതില്ല. എന്നിട്ട് എളിമയോടെ ആവർത്തിക്കാം, കർത്താവേ, എനിക്ക് നിന്റെ കൃപ മതി. ദൈവമേ എന്ന ഉള്ളുലയുന്നൊരു വിളി ഉയരുന്നുണ്ടോ? ഭക്തി കച്ചവടം വൈസസ് ഹൃദയശുദ്ധി. 10 പുത്തനുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനെ വാങ്ങാമെന്ന് വ്യാമോഹിക്കുന്നുണ്ടോ? അങ്ങനൊരാളാണ് മാന്ത്രിക വിദ്യക്കാരൻ ശിമയോൻ. സമരിയായിൽ ശിഷ്യന്മാർ കൈവയ്പ് ശുശ്രൂഷ നടത്തുന്നതും പരിശുദ്ധാത്മാവ് നൽകപ്പെടുന്നതും കക്ഷിക്ക് ഇഷ്ടപ്പെട്ടു. കീശയിലെ വെള്ളിത്തുട്ടുകൾ എടുത്തു കൊടുത്തിട്ട് കച്ചവടം ഉറപ്പിക്കാൻ ഒരുങ്ങുകയാണ് ടിയാൻ. താൻ ആരുടെ മേൽ കൈവച്ചാലും അവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടത്തക്ക വിധം തനിക്കും ഈ ശക്തി ലഭിക്കണമെന്നുള്ളതാണ് ഡിമാൻഡ്. നല്ല ചുട്ട മറുപടി തന്നെയാണ് പത്രോസ് കൊടുക്കുന്നത്. അയാളുടെ ഹൃദയം ദൈവസന്നിധിയിൽ ശുദ്ധമല്ല എന്നുള്ളതിനാൽ ദൈവിക ദാനത്തിൻ്റെ കാര്യത്തിൽ ഈ ചെപ്പടി വിദ്യക്കാരൻ ശിമയോന് യാതൊരു ഭാഗഭാഗിത്വമോ അവകാശമോ ഉണ്ടാവുകയില്ലെന്ന് പത്രോസ് കണിശമായി പറയുന്നു. ശ്ലീഹ 8 അധ്യായത്തിൻ്റെ വായന ഹൃദയശുദ്ധിയെക്കുറിച്ചുള്ള ചില വിചാരങ്ങളിലേക്കും വീണ്ടെടുപ്പുകളിലേക്കും നമ്മെ നയിക്കുക തന്നെ ചെയ്യും. വീണ്ടെടുപ്പുകളുടെ ആനന്ദം. യോഹന്നാന്റെ സുവിശേഷത്തിലെ ദൈവശാസ്ത്രപരമായ ഒരു മോണോലോഗ് ആണ് പ്രമേയം. സുദീർഘമായ ഈ സംസാരത്തിൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറുമെന്നും ആ സന്തോഷം നിങ്ങളിൽ നിന്ന് ആരും എടുത്തു കളയുകയില്ല എന്നും അസന്ദിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് യേശു. നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും എന്ന് യേശു പറഞ്ഞത് എന്തുകൊണ്ടാവാം? ഒറ്റിക്കൊടുത്തതും തള്ളിപ്പറഞ്ഞതും ഗത്സമനിൽ വെച്ച് ഗുരുവിനോടൊപ്പം ഉണർന്നിരിക്കാൻ കഴിയാഞ്ഞതും നേതാവിൻ്റെ കുരിശുമരണവുമെല്ലാം തീർച്ചയായും അനുയായികളെ തളർത്തുമല്ലോ. തെറ്റുപറ്റിപ്പോയെന്നുള്ള മനോദുഃഖത്തെ മാറ്റിയെടുക്കാൻ തെറ്റുതിരുത്താനുള്ള അവസരത്തിന് കഴിയേണ്ടതാണ്. നഷ്ടങ്ങളുടെ സങ്കടത്തേക്കാൾ ഒത്തിരി വലുതാണല്ലോ വീണ്ടെടുപ്പുകളുടെ ആനന്ദം. റെസിലിയൻസ് അഥവാ വീണ്ടെടുപ്പ് അഥവാ അതിജീവനം എന്നിവയുടെയൊക്കെ കെമിസ്ട്രി പിടികിട്ടിയവർക്കായൊരു വാഗ്ദാനവുമുണ്ട്. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകുമെന്ന്. ആ ക്ലോസ് ശ്രദ്ധിച്ചല്ലോ, യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കണമെന്ന്. ലോകത്തെ കീഴടക്കിയവൻ്റെ ഈ ശുപാർശ മാത്രം മതി എനിക്ക്. നിങ്ങൾക്കോ? 2 ചോദ്യങ്ങൾ. ചോദ്യം 1, എനിക്കും നിനക്കും ഇടയിൽ മാത്രമുള്ളതാണോ സ്നേഹം? ഉത്തരം, ഒരിലയെ മാത്രമായി സ്നേഹിക്കാനാവില്ലല്ലോ. വേരുകൾ പടരുന്ന ഇടങ്ങൾക്കപ്പുറവും ചെന്നെത്തുന്നതാണല്ലോ സ്നേഹം. ചോദ്യം 2, ദൈവത്തിനും മനുഷ്യനും ഇടയിൽ തീർന്നു പോകുന്നതാണോ ആത്മീയത? ഉത്തരം, ഇടയിൽ വിശാലമായ ലോകമുണ്ട്, ചുറ്റുമുള്ള മനുഷ്യരുണ്ട്, നമ്മുടെയും അവരുടെയും ജീവിതമുണ്ട്. ഇവിടെയെല്ലാം ദൈവസ്നേഹത്തിൻ്റെ പച്ചപ്പ് പതിയുമ്പോഴേ ആത്മീയതയുടെ ചിത്രം പൂർണ്ണമാകൂ. ഈ പച്ചപ്പാർന്ന ജീവിത മുഖപ്പുകൾക്കുള്ളിലെ ആനന്ദത്തിൻ്റെ വെള്ളിലകൾ കണ്ടെത്താനാകൂ. സുവിശേഷ ഭാഷ്യം അൽമായ വീക്ഷണത്തിൽ 2025 മെയ് 11. ഉയർപ്പ് 4-ാം ഞായർ. ആനന്ദത്തിൻ്റെ വെള്ളിലകൾ. രചന ആഖ്യാനം രജൻ ജോർജ്.